ഹരി ഓം. പഞ്ചമസ്കന്ധത്തിലെ 23-ാം അധ്യായം നമുക്ക് പഠിക്കാം. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ പഞ്ചമസ്കന്ധേ ത്രയോവിംശോധ്യായ. ശ്രീശുക ഉവാച അഥ തസ്മാത് പരത ത്രയോദശലക്ഷയോജനാന്തരതോ യത്തത് വിഷ്ണോ പരമം പദം അഭിവദന്തി യത്ര മഹാഭാഗവതോ ധ്രുവ ഔത്താനപാതിർ അഗ്നിനേന്ദ്രേണ പ്രജാപതിന കശ്യപേന ധർമ്മേണ ച സമകാലയുഗ്ഭി സബഹുമാനം ദക്ഷിണത ക്രിയമാണ ഇദാനീമപി കൽപ്പജീവിനാം ആജീവ്യ ഉപാസ്തേ. അതായ വാക്കുകളൊക്കെ നമുക്ക് ഉപാസ്തേ തസ്യേഹാനുഭാവ ഉപവർണിത. അഥ തസ്മാത് പരത പിന്നെ സ വെട്ടിയിട്ട് ത്രയോദശലക്ഷയോജന അന്തരം അത്രയും ദൂരത്തിൽ വിഷ്ണുവിൻ്റെ പരമം പദം അഭിവദന്തി യത്ര മഹാഭാഗവതോ ധ്രുവ ഔത്താനപാതിഹി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അവിടെ ഇറന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഔത്താനപാതിർ അഗ്നിന ഇന്ദ്രേണ എല്ലാം പിരിക്കണമെന്നില്ല. ഔത്താനപാതിർ അഗ്നിന ഇന്ദ്രേണ കേട്ടോ. അഗ്നിനേന്ദ്രേണ ഔത്താനപാതിരഗ്നിന ഇന്ദ്രേണ അഗ്നിനെ ഇന്ദ്രേണ എന്ന് പറയരുത്, അഗ്നിന ഇന്ദ്രേണയാണ് പറയേണ്ടത്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പിരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിച്ച് വായിച്ചോണം. ഔത്താനപാതിരഗ്നിനേന്ദ്രേണ പ്രജാപതിന കശ്യപേന ധർമ്മേണ ച സമകാലയുഗ്ഭി സബഹുമാനം ദക്ഷിണത ക്രിയമാണ ഇദാനീം അപി കൽപ്പ ജീവിനാം ആജീവ്യ നീട്ടണം കേട്ടോ. ജീവിനാം ആജീവ്യ ഉപാസ്തേ തസ്യേഹ അനുഭാവ ഉപവർണിത. തസ്യേഹ അനുഭാവ ഉപവർണിത കിട്ടിയല്ലോ. അഥ തസ്മാത് പരത ത്രയോദശലക്ഷയോജന അന്തരതോ യത്തത് വിഷ്ണോ പരമം പദം അഭിവദന്തി യത്ര മഹാഭാഗവതോ ധ്രുവ ഔത്താനപാതിര അഗ്നിന ഇന്ദ്രേണ പ്രജാപതിന കശ്യപേന ധർമ്മേണ ച സമകാലയുഗ്ഭി സബഹുമാനം ദക്ഷിണത ക്രിയാമാണ ഇദാനീമപി കൽപ്പ ജീവിനാം ആജീവ്യ ഉപാസ്തേ തസ്യേഹാനുഭാവ ഉപവർണിത. സഹി സർവേഷാം ജ്യോതിർഗണാനാം ഗ്രഹനക്ഷത്രാദീനാം അനിമേഷാണാം അവ്യക്തരംഹസ ഭഗവത കാലേന ഭ്രാമ്യമാണാനാം സ്ഥാണുരിവൗ ഗ്രഹനക്ഷത്രാദീനാം അനിമേഷാണ അവ്യക്തരംഹസ അനിമേഷേണ കേട്ടോ. അനിമേഷേണ ഇതിനകത്ത് എഴുതിക്കുന്ന അനിമേഷാണ എന്ന്. അനിമേഷേണ അവ്യക്ത അനിമേഷേണ എന്ന് വായിച്ചു കേട്ടോ. അനിമേഷേണ
അനിമേഷേണ അവ്യക്തരംഹസ ഭഗവത കാലേന ഭ്രാമ്യമാണാനാം കാവ്യേന ഭഗവത കാലേന ഭ്രാമ്യമാണാനാം സ്ഥാണുരിവ സ്ഥാണുരിവ ആയത്. അവഷ്ടംഭ അതിനൊക്കെ ആധാരമായിട്ടുള്ള ഒരു അവിഷ്ടംഭ സ്ഥാണുരിവ ഒരു കുത്തൂണ് പോലെ. സ്ഥൂണമെന്ന പോലെ. സ്ഥാണം കെട്ടുകുറ്റി എന്നാണ്. അതൊരു കുറ്റിയെ കെട്ടിയിരിക്കുന്ന സ്ഥാനം. ഒരു ഇത് തൂണ് പോലത്തേൽ, തൂണല്ല, ഒരു കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഇതില്ലേ, നമ്മൾ കമ്പിയോ അല്ല എന്തെങ്കിലും സാധനം, തൂണെന്ന് പറയാൻ വേണമെങ്കിൽ. ഒരു ഇതേൽ കുറ്റി എന്ന് പറയാതെ, കുറ്റി, തൂണല്ലല്ലോ, കുറ്റി, അതേൽ കെട്ടിയിട്ടിരിക്കുന്ന പോലെ, കെട്ടുകുറ്റി എന്ന പോലെ അവലംബമായിട്ട് നിശ്ചയപ്പെടുക. അതിൻ്റെ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്ഥാണുരിവ അവഷ്ടംഭ എന്ന വാക്ക് കേട്ടോ. സ്ഥാണുഹി ഇവ അവഷ്ടംഭ ഈശ്വരേണ വിഹിത ശശ്വത അവഭാസതേ. ഇവ കഴിഞ്ഞിട്ടൊരു ദീർഘം ഇട്ടിരിക്കുന്നത് ആ ഒരായിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ അവഷ്ടംഭ എന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അവഷ്ടംഭ, മനസ്സിലായല്ലോ. സഹി സർവേഷാം ജ്യോതിർഗണാനാം ഗ്രഹനക്ഷത്രാദീനാം അനിമേഷേണാം അവ്യക്തരംഹസ ഭഗവത കാലേന ഭ്രാമ്യമാണാനാം സ്ഥാണുരിവ അവഷ്ടംഭ ഈശ്വരേണ വിഹിത ശശ്വത അവഭാസതേ. 3. യഥാ മേഢീസ്തംഭ ആക്രമണപശവ സംയോജിതാ സ്ത്രിഭിः സവനൈർയഥാസ്ഥാനം മണ്ഡലാനി ചരന്ത്യേവം ഭഗണാഗ്രഹാദയ ഏതസ്മിന്നന്തർബഹിർയോഗേന കാലചക്ര ആയോജിത ധ്രുവം ഏവാവലംബ്യ വായുനോദീര്യമാണാം ആകൽപാന്തം പരിചക്രമന്തി. വായുനോദീര്യമാണാം, അതൊന്നുകൂടെ വായിക്കാവുന്നുണ്ട്. യഥാ മേഢീസ്തംഭ ആക്രമണ പശവ സംയോജിതാഹ ത്രിഭി. സ ഉണ്ട് ഇവിടെ ഇടയ്ക്ക്, വായിക്കാൻ പറ്റുന്നവർ വായിച്ചു, അല്ലെങ്കിൽ സ വെട്ടിക്കളഞ്ഞാലും തെറ്റൊന്നുമില്ല. ത്രിഭി എന്ന് വായിക്കണം. അപ്പം അവിടെ വിസർഗം ഉണ്ട് അവിടെ. ത്രിഭി സവനൈർ യഥാസ്ഥാനം മണ്ഡലാനി ചരന്തി ഏവം ഭഗണാഗ്രഹാദയ നക്ഷത്രഗ്രഹാദികൾ. ഭഗണാഗ്രഹാദയ, ഭഗണ കഴിഞ്ഞ് കോമ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. ഗ്രഹ ആദയ, ഭഗണങ്ങളും ഗ്രഹങ്ങളും ആദിയായവ. ഏതസ്മിൻ ബഹിർയോഗേന കാലചക്ര ആയോജിത ധ്രുവം ഏവാവലംബ്യ വായുനോദീര്യമാണ വായുന ഉദീര്യമാണയാണ്. വായുനോദീര്യമാണ് എന്നായത്. ധ്രുവം ഏവ അവലംബ്യ വായുന ഉദീര്യമാണ്. വായുനോദീര്യമാണെന്ന് വായിക്കാൻ പറ്റാത്തവർ വായുന ഉദീര്യമാണെന്നാക്കണം. വായുനോ ഉദീര്യമാണ് അല്ല, വായുന അകാരം മാടിക്കണം അവിടെ. വായുന ഉദീര്യമാണയാണ്. വായുനോദീര്യമാണായത്. ഓയായത് അവിടെ അങ്ങനെയാണ്. ഞായും ഊവും കൂടെ പ്ലസ് ഊ ആണ് അവിടെ ഓ ആയിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വായിക്കേണ്ടവർ അവിടെ ഊ വായിക്കേണ്ടവർ വായുനോ ഉദീര്യമാണ് നല്ല വായിക്കേണ്ടത്. വായുന ഉദീര്യമാണ്, അല്ലെങ്കിൽ ഒന്നിച്ച് വായിക്കാം വായുനോദീര്യമാണ്. അതിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ അവലംബ്യ കഴിഞ്ഞിട്ടൊന്ന് നിർത്തണം. ധ്രുവം ഏവ അവലംബ്യ വായുനോദീര്യമാണ്
ആകൽപാന്തം പരിചക്രമന്തി. 4. നഭസി യഥാ മേഘ ശ്യേനാദയോ വായുവശ കർമ്മസാരഥയ പരിവർത്തന്തെ ഏവം ജ്യോതിർഗണ പ്രകൃതി പുരുഷ സംയോഗ അനുഗൃഹീത. പിന്നെ കർമ്മ നിർമ്മിത ഗതയോ ഭുവി ന പതന്തി. നഭസി ആകാശത്തിൽ, യഥാ മേഘ എങ്ങനെ മേഘങ്ങൾ, ശ്യേനാദയ പരുന്തു മുതലായ പക്ഷികൾ, ശ്യേനാദയോ വായുവശ വായുവിൻ്റെ കാറ്റിന് അധീനമായിട്ട്, കർമ്മസാരഥയ ആ കർമ്മം ആകുന്ന അതിൻ്റെ സഹായത്തോടു കൂടി, യഥാപരിവർത്തന്തെ ഏതുവിധം പരിവർത്തിക്കുന്നുവോ, ഏവം ജ്യോതിർഗണ അതുപോലെ ജ്യോതിർഗണങ്ങളും പ്രകൃതി പുരുഷ സംയോഗ അനുഗ്രഹീത പ്രകൃതി പുരുഷൻ്റെ സംയോഗം കൊണ്ട് അനുഗ്രഹീതമായ ആ കർമ്മത്തിൽ നിർമ്മിത ഗതയ അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട ആ ഗതി അതിനോട് കൂടി ഭൂമിയിൽ ന പതന്തി വീഴുന്നില്ല. ഇത് വീഴാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോൾ ശാസ്ത്രമൊന്നും പഠിക്കേണ്ട, ഇതിനകത്ത് ഇത്രയും പറഞ്ഞാൽ വായിക്കാൻ പഠിച്ചാൽ മതി. കിട്ടിയില്ലേ? കർമ്മ നിർമ്മിത ഗതയോ ഭുവി ന പതന്തി. പിന്നെ പ്രകൃതി പുരുഷ സംയോഗ അനുഗ്രഹീത എന്ന് വായിക്കണം. 5. കേചനൈതത് ജ്യോതിരനീകം. കേചനൈതത് ജ്യോതിരനീകം ശിശുമാര സംസ്ഥാനേന ഭഗവതോ വാസുദേവസ്യ യോഗധാരണായാം അനുവർണയന്തി. കേചനൈതത് കേട്ടോ, കേചനൈതത് എന്ന് പറഞ്ഞാൽ പിന്നെയും തിരിക്കാം. കേചനൈതത് ജ്യോതിരനീകം ശിശുമാര സംസ്ഥാനേന ഭഗവതോ വാസുദേവസ്യ യോഗധാരണായാം അനുവർണയന്തി. പിന്നത്തെ വലുതാണേ, അത് തിരുത്താനുണ്ട്. 6. യസ്യ പുച്ഛാഗ്രേ വാഗ് ശിരസ അവിടെ നിർത്തണ. പിന്നെ കുണ്ടലീഭൂത ദേഹസ്യ ധ്രുവ ഉപകൽപ്പിതസ്യ ധ്രുവ ഉപകൽപ്പിത തസ്യ. വെട്ടിയ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു, പക്ഷെ നിർത്തി വായിക്കണം. യസ്യ പുച്ഛാഗ്രേ വാക്ശിരസ കുണ്ടലീഭൂത ദേഹസ്യ ധ്രുവ ഉപകൽപ്പിത തസ്യ ലാംഗുലേ പ്രജാപതിർ അഗ്നിരിന്ദ്രോ എന്ന് വായിക്കണം. പിന്നെ ധർമ്മ ഇതി പുച്ഛമൂലേ ധാത വിധാത ച കട്യാം സപ്തർഷയ തസ്യ ദക്ഷിണാവർത്ത കുണ്ടലീഭൂതശരീരസ്യ യാനി ഉദഗയനാനി ദക്ഷിണപാർശ്വേ തു നക്ഷത്രാണി ഉപകൽപ്പയന്തി ദക്ഷിണായനാനി തു സവ്യേ യഥാ ശിശുമാരസ്യ കുണ്ടലാഭോഗ സന്നിവേശസ്യ കുണ്ടലാഭോഗ കഴിഞ്ഞ് ഇടുക സന്നിവേശസ്യ പാർശ്വയോർ നാക്കുക. പിന്നെ ഉഭയോർ അപ്യവയവ അവയവ എന്നാണ്, ഒന്നിച്ച് വായിച്ചാൽ മതി. പാർശ്വയോർ ഉഭയോർ അപ്യവയവ സമസംഖ്യ ഭവന്തി. പൃഷ്ഠേ തു അജവീധി എന്ന് വായിക്കണം. തു അജവീധി ആകാശഗംഗ ചോദരത ഉദരത എന്നാണ്. ചോദരത വായിച്ചല്ലോ, ഉദരത. പിന്നെ പുനർവസു പുഷ്യൗ പുനർവസു കഴിഞ്ഞിട്ട് ഇട്ടു. പുനർവസു പുഷ്യൗ എന്ന് വായിക്കാതിരിക്കാനാ. പുനർവസു പുഷ്യൗ ദക്ഷിണവാമയോ
ശ്രോണ്യോരാദ്രാശ്ലേഷേ ദക്ഷിണവാമയോ ശ്രോണ്യോരാർദ്രാശ്ലേഷേ ശ്രോണ്യോർ ആദ്രാശ്ലേഷേ ച ദക്ഷിണവാമയോ പശ്ചിമയോ പാദയോർ അഭിജിത് ഉത്തരാഷാഢേ ദക്ഷിണവാമയോർ നാസികയോർ യഥാസംഖ്യം ശ്രവണപൂർവ ആഷാഢേ ദക്ഷിണവാമയോർ ലോചനയോർ ധനിഷ്ഠാമൂലം ച ദക്ഷിണവാമയോ ധനിഷ്ഠാമൂലം ച ദക്ഷിണവാമയോ കർണയോ മഖാദീനി അഷ്ടനക്ഷത്രാണി ദക്ഷിണായനാനി വാമപാർശ്വംഘ്രിഷു കഴിഞ്ഞ് കോമായിട്ടാണേ. പിന്നെ യുഞ്ജീത തഥൈവ മൃഗശീർഷാദീനി ഉദകയനാനി പിന്നെ ഉദകയനാനി ദക്ഷിണ പാർശ്വംഘ്രിഷു ഒന്നിച്ച് വായിക്കണം. ദക്ഷിണ പാർശ്വംഘ്രിഷു പ്രാതിലോമ്യേന പ്രയുഞ്ജീത ശതഭിഷാജ്യേഷ്ഠേ അത് നാളുകളാണ് കേട്ടോ. അത് ശതഭിഷാജ്യേഷ്ഠേ എന്ന് പറഞ്ഞാൽ ചതയം തൃക്കേട്ട എന്ന് 2 നക്ഷത്രങ്ങളോടും ന്യസിയത്. ശതഭിഷാജ്യേഷ്ഠേ എന്ന് പറയുന്നത് ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ ജ്യേഷ്ഠത്തെയാണ് ചേട്ട എന്ന് പറഞ്ഞത്. ചേട്ടാഭാഗവതി ഏതാ ജ്യേഷ്ഠ. പിന്നെ ചതയം എന്ന് 2 നക്ഷത്രങ്ങൾ ന്യസേത് വെക്കണം. ശതാഭിഷാജ്യേഷ്ഠ ചതയം അതാ ജ്യേഷ്ഠേ കേട്ടോ. ജ്യേഷ്ഠ എന്നാണ്. സ്കന്ധയോർ ദക്ഷിണവാമയോർ ന്യസേത്. ദക്ഷിണവാമയോർ ഞാനൊന്ന് മൊത്തം വായിക്കാം അത്രയേ. യസ്യ പുച്ഛാഗ്രേ വാക്ശിരസ കുണ്ഡലീഭൂതദേഹസ്യ ധ്രുവ ഉപകൽപ്പിതസ്യ ലാംഗുലേ പ്രജാപതിർ അഗ്നിരിന്ദ്രോധർമ്മ ഇതി പുച്ഛമൂലേ വിധാതാ ച കട്യാം സപ്തർഷയ തസ്യ ദക്ഷിണാവർത്ത കുണ്ഡലീഭൂതശരീരസ്യ യാനി ഉദകയനാനി ദക്ഷിണപാർശ്വേ തു നക്ഷത്രാണി ഉപകൽപ്പയന്തി ദക്ഷിണായനാനി തു സവ്യേ യഥാ ശിശുമാരസ്യ കുണ്ഡലാഭോഗ സന്നിവേശസ്യ പാർശ്വയോർ ഉഭയോർ അപ്യവയവ സമസംഖ്യാ ഭവന്തി. പൃഷ്ഠേ തു അജവീധി ആകാശഗംഗാചോദരത പുനർവസു പുഷ്യൗ ദക്ഷിണവാമയോ ശ്രോണ്യോർ ആർദ്രാശ്ലേഷേ ച ദക്ഷിണവാമയോ പശ്ചിമയോ പാദയോരഭിജിത് ഉത്തരാഷാഢേ ദക്ഷിണവാമയോർ നാസികയോർ യഥാസംഖ്യം ശ്രവണപൂർവാഷാഢേ ദക്ഷിണവാമയോർ ലോചനയോർ ധനിഷ്ഠാമൂലം ച ദക്ഷിണവാമയോ കർണയോ മേഘാദീനി അഷ്ടനക്ഷത്രാണി ദക്ഷിണായനാനി വാമപാർശ്വംഘ്രിഷു യുഞ്ജീത തഥൈവ മൃഗശീർഷാദീനി ഉദകയനാനി ദക്ഷിണപാർശ്വംഘ്രിഷു പ്രാതിലോമ്യേന പ്രയുഞ്ജീത ശതഭിഷാജ്യേഷ്ഠേ ഒറ്റ വാക്കാം. സ്കന്ധയോർ ദക്ഷിണവാമയോർ ന്യസേത്.
അഗസ്തിരധരാഹനൗ. ഏഴാമത്തെ ശ്ലോകം. ഉത്തരാഹനാവഗസ്തിരധരാഹനൗ. ഉത്തരാഹനൗ. ഉത്തരാഹനൗ ആക്കിക്കോ, പെൻസിൽ കൊണ്ടാക്കിക്കോ. പിന്നെ അഗസ്തി. അഗസ്തി ആ വായും വെട്ടിക്കളഞ്ഞിട്ട് അഗസ്തി എന്നാക്കാം. ഉണ്ടോ? ഉത്തരാഹനൗ അഗസ്തിർ അധരാഹനൗ. അധരാഹനൗ. അഗസ്തിർ അധരാഹനൗ. യമോ മുഖേഷു ച അങ്കാരക. ച അങ്കാരക. ശനൈശ്ചര ഉപസ്ഥേ ബൃഹസ്പതി. കകുതി വക്ഷസി ആദിത്യോ. വക്ഷസി ആദിത്യോ. വക്ഷസി ആദിത്യോ. അവിടെ ആ കേൾക്കണമേ, ആദിത്യോ എന്ന് പറയണം. വക്ഷസി ആദിത്യോ എന്നാണെങ്കിൽ വക്ഷസ്യാദിത്യോ എന്ന് വായിക്കരുത്. വക്ഷസ്യാദിത്യോ ഹൃദയേ നാരായണോ മനസി ചന്ദ്രോ നാഭ്യാമുശന സ്തനയോരശ്വിനോ ബുധപ്രാണാപാനയോ രാഹുർഗളേ കേതവ സർവാംഗേഷു രോമസോ സർവേ താരാഗണാഃ. ഉത്തരാഹനൗ അഗസ്തിർ അധരാഹനൗ യമോ മുഖേഷു ച അങ്കാരക. ശനൈശ്ചര ഉപസ്ഥേ ബൃഹസ്പതി. കകുതി വക്ഷസി ആദിത്യോ ഹൃദയേ നാരായണോ മനസി ചന്ദ്രോ നാഭ്യാമുശന സ്തനയോരശ്വിനോ ബുധ പ്രാണാപാനയോ രാഹുർഗളേ കേതവ സർവാംഗേഷു രോമസോ സർവേ താരാഗണാഃ. ഏതദു ഹൈവ. ഏതദു ഹ ഏവയാണ് ഏതദു ഹൈവയായത് കേട്ടോ. ഏതദു ഹൈവ ഭഗവതോ വിഷ്ണു സർവദേവതാമയം രൂപം അഹരഹ. രൂപം നാക്കിയിട്ട് അഹരഹ. സന്ധ്യായാം പ്രയതോ വാഗ്യതോ നിരീക്ഷമാണ ഉപതിഷ്ഠേത. നമോ ജ്യോതിർലോകായ കാലായനായ അനിമിഷാമ്പതയെ. കാലായനായ അനിമിഷാമ്പതയെ. അനിമിഷ എന്ന് വായിക്കണേ. കാലായനായ അനിമിഷ. ആ യായുടെ നീടെ ഇടയ്ക്ക് ഒരാ എഴുതി വെക്കുക. മഹാപുരുഷായ അഭിധീമഹീതി. അഭിധീമഹി ഇതി. മഹാപുരുഷായ അഭിധീമഹീതി. അഭിധി എന്ന് വായിക്കണം. മഹാപുരുഷായ അഭിധീമഹീതി. 9 ഗ്രഹക്ഷതാരായ ഗ്രഹക്ഷതാരാമയം ആധിദൈവികം. ഗ്രഹക്ഷതാരാമയം ആധിദൈവികം. താരാമയം നീട്ടുള്ളിടത്ത് മയം എഴുതിയിട്ട് ആധിദൈവികം എന്നാക്കുക. ആധിദൈവികം പാപാപഹം മന്ത്രകൃതാം ത്രികാലം നമസ്യത സ്മരതോ വാ ത്രികാലം നശ്യതേ തത്കാലജമാശു പാപം. ഗ്രഹർക്ഷതാരാമയമാധിദൈവികം പാപാപഹം മന്ത്രകൃതാം ത്രികാലം നമസ്യത സ്മരതോ വാ ത്രികാലം നശ്യേത തത്കാലജം ആശു പാപം. അങ്ങനെ വായിക്കണം. തത്കാലജം ആശു പാപം. തീർന്നു. ഗ്രഹക്ഷതാരാമയമാധിദൈവികം പാപാപഹം മന്ത്രകൃതാം ത്രികാലം നമസ്യത സ്മരതോ വാ ത്രികാലം നശ്യേത തത്കാലജം ആശുപാപം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ സ്വർഗസ്ഥാനനിരൂപണേ ശിശുമാരനിരൂപണം നാമ ത്രയോവിംശോऽധ്യായः. ഹരി ഓം.